സംസ്ഥാനത്ത് പുതുക്കിയ മധ്യവില പ്രാബല്യത്തിൽ 10 രൂപ മുതൽ 50 രൂപ വരെയാണ് ബ്രാൻഡുകൾക്ക് കൂടുകയും കുറയുകയും ചെയ്തത്. മദ്യവിതരണ കമ്പനിക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് ബെഫ്കോയുടെ തീരുമാനം. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നുണ്ട്. വിനയ, സംസ്ഥാനത്ത് പുതുക്കിയ മധ്യവില പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അതിന് മൊത്തം 341 ബ്രാൻഡുകളുടെ വിലയാണ് വർദ്ധിച്ചത്. ഇതിനൊപ്പം 107 ബ്രാൻഡുകളുടെ വില കുറയുകയും ചെയ്തിട്ടുണ്ട്. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിക്കുകയും കൂടുകയും കുറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെഫ്കോയുടെ ബ്രാൻഡായിട്ടുള്ള ജവാന്റെ അടക്കം വില കൂടിയിട്ടുണ്ട്. കൂടാതെ ബിയറിന്റെ വിലയും കൂടിയിട്ടുണ്ട്. പ്രധാനമായും ഈ മദ്യവിതരണ കമ്പനികളുടെ ആവശ്യം പരിഗണിച്ചായിരുന്നു ബെഫ്കോ ഈ മദ്യത്തിന്റെ അടക്കം വില വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സ്പിരിറ്റ് വില വർധനയും ആധുനികവൽക്കരണവും പരിഗണിച്ച് ഈ മദ്യവിൽപ്പന വർദ്ധിപ്പിക്കണമെന്ന മദ്യവിതരണക്കാരുടെ ആവശ്യത്തിനാണ് ബെഫ്കോ ബോർഡ് അംഗീകാരം നൽകിയിട്ടുണ്ടായിരുന്നത്. 68 കമ്പനികൾ 120 കമ്പനികളാണ് ഈ സംസ്ഥാനത്ത് മദ്യം വിതരണം ചെയ്യുന്നത്. അതിൽ 62 കമ്പനികളുടെ ആവശ്യം പരിഗണിച്ചാണ് ഇത്തരത്തിലൊരു വിലയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. 10 മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും 700 രൂപയ്ക്ക് മുകളിലുള്ള ബ്രാൻഡുകൾ വാങ്ങുകയാണെങ്കിൽ 30 മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 450 രൂപയുണ്ടായിരുന്ന മദ്യത്തിന് 640 രൂപയുണ്ടായിരുന്ന മദ്യത്തിന് 650 രൂപയാക്കിയിട്ടുണ്ട്. 750 രൂപയുണ്ടായിരുന്ന ഓൾപോട്ട് മദ്യത്തിന് 30 രൂപ കൂട്ടി 780 രൂപയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. അതായത് 700 മുകളിൽ ഉള്ള മദ്യത്തിന് ബ്രാൻഡിനടക്കം ഇപ്പോൾ 30 രൂപ മുതൽ 50 രൂപ വരെ കൂട്ടിയിട്ടുണ്ട്. 1350 രൂപ വിലയുണ്ടായിരുന്ന മോർച്ചീസ് ബ്രാൻഡിക്ക് ഇപ്പോൾ മുതൽ 1400 രൂപയാണ് ഉള്ളത്. ഈ നേരത്തെ മദ്യ കമ്പനികൾക്കുണ്ടായിരുന്ന വിറ്റുവരവ് നികുതി സർക്കാർ ഒഴിവാക്കിയപ്പോൾ നഷ്ടം നികത്തിയതും ഈ വില കൂട്ടിയിട്ടാണ്. എന്തായാലും സ്പിരിറ്റിനടക്കം വില വർദ്ധിച്ച ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബെഫ്കോ മദ്യത്തിനടക്കം വില കൂട്ടുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും 10 മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആതിര. ശരി വിനയ, സംസ്ഥാനത്ത് പുതുക്കിയ മദ്യവില പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. 10 രൂപ മുതൽ 50 രൂപ വരെയാണ് ബ്രാൻഡുകൾക്ക് കൂടുകയും കുറയുകയും ചെയ്തത്. മദ്യവിതരണ കമ്പനിക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് ബെഫ്കോയുടെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനയ രാജ്.